ക്യാൻവാസും വേണ്ട, പേപ്പറും വേണ്ട. ഇനി നമുക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? നമുക്ക് പാർസലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തെർമോക്കോൾ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്നത്തെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ വേസ്റ്റിലിട്ട് കളയുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് ഇന്നത്തെ പിക്ചർ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പിക്ചർ വരയ്ക്കാൻ അറിയാത്തവർക്ക് കൂടെ എളുപ്പമായിട്ട് വരയ്ക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അടിപൊളി പിക്ചറാണ് കേട്ടോ ഞാനിന്ന് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് കളർ മതി. അപ്പോൾ യെല്ലോ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് എടുത്തിട്ടുണ്ട്. ഒരുപോലത്തെ ആ ഒരു കളർ റേഞ്ച് വരുന്ന അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ലൈറ്റ്, ഇത്തിരി ഡാർക്ക്, പിന്നെ അതിനേക്കാളും ഡാർക്ക്, അങ്ങനെ വരുന്ന കളേഴ്സ് നോക്കിയെടുക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണിക്കുന്ന വിധം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓറഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ളിലുള്ള ആ ഒരു ഗ്രിഡ് ലൈൻസിൻ്റെ ഉള്ളിൽ മാത്രമായിട്ടാണ് കളർ ചെയ്യുന്നത്. ബാക്കിയൊന്നും കൊടുക്കുന്നില്ല. അത്യാവശ്യം കുറച്ചൊക്കെ പുറത്തായി പോകുന്നുണ്ട്, എന്നാലും മാക്സിമം ഞാൻ പുറത്താവാതെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓറഞ്ചാണ് കൊടുത്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് റെഡാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ശരിക്കും ഒരു ബോക്സ് പോലെയാണ് നമ്മളിപ്പോൾ കളർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം, മൊത്തത്തിലൊരു മിക്സ് ആയൊരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് റെഡ് കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളറിങ്ങിൻ്റെ ABCD അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലെ കളറിങ് അറിയാത്ത കൂട്ടുകാർക്കും ഇതുപോലുള്ള കുഞ്ഞു കളേഴ്സൊക്കെ ചെയ്തിട്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത പിക്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ ഞാനിനി കളർ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത ആ ഒരു യെല്ലോ, ഓറഞ്ച്, റെഡ് ഷെയ്ഡ് ഇതുപോലെ ഒരു സ്പോഞ്ചിലായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ആ ബോർഡർ വരുന്ന സ്ഥലത്തൊക്കെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഏറ്റവും താഴോട്ട് അധികം ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ള പാർട്ടിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിലൊന്ന് ബ്ലെൻഡായി കിട്ടും. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കുറച്ചൊരു ട്രീ പോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഏറ്റവും താഴെയായിട്ട് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള കുറച്ച് ട്രീസ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ ഇതുപോലെ ഒരു പാറ്റേൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെടികളും മരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും ചെടി പോലെയൊക്കെ തോന്നും. ഒരു ചെറുതും വലുതൊക്കെ ആയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വരയ്ക്കില്ല, അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് നീളത്തിൽ ആ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 കാക്കയെ കൂടെ സെറ്റ് ചെയ്യാം. പിന്നെ സണ്ണും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത ഒരു പിക്ചർ കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. വരയ്ക്കാൻ അറിയാത്ത എന്നെപ്പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. ഇതുപോലുള്ള കുഞ്ഞു ഡ്രോയിങ്സും അതുപോലെ തന്നെ കുട്ടി ക്രാഫ്റ്റും ഞാൻ എൻ്റെ ചാനലിൽ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ചെയ്ത മറ്റൊരു പെയിൻറ്റിങ്ങും കൂടെ ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.